പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 4ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി കാണുകയാണെങ്കിൽ ചോദ്യം വരുന്ന രൂപമൊക്കെ കൃത്യമായി മനസ്സിലാക്കാം, നല്ല മാർക്കും വാങ്ങാം. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വീഡിയോ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂടെ കാണാവുന്നതാണ്. ആദ്യം നമ്മൾ മോഡൽ ചോദ്യപേപ്പർ വായിക്കുകയാണ്. നസിലു ബിമാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. 5 പെട്ടികളിലായി നിങ്ങൾക്ക് ചെറിയ ലമീറുകളെ കാണാൻ കഴിയും. ഓരോന്നും യോജിച്ച ചോദ്യങ്ങളിൽ വെച്ചു കൊടുക്കാനാണ്. അത് അർത്ഥം പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് ലിസാന് പരീക്ഷയ്ക്ക് സംശയമുള്ളതൊക്കെ ഉസ്താദിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം എഴുതാൻ. ആദ്യം നമുക്കൊന്ന് വായിച്ചു തരും. വായിച്ചു തന്നിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ സംശയങ്ങളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എഴുതുക. ചെറിയ പിഴവുകൾക്ക് വലിയ മാർക്ക് നഷ്ടപ്പെടുന്ന വിഷയമാണ് ലിസാനുൽ ഖുർആൻ. ബൈത്തുഹ, അവളുടെ വീട്, അൽ മസ്ജിദ്, പള്ളി. അപ്പോൾ മലയാളത്തിൽ തന്നെ അവളുടെ വീട് പള്ളി എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ വീട് പള്ളിയുടെ അടുത്താണ്. അപ്പോൾ അടുത്താണ്, അരികിലാണ് എന്നുള്ളതിൻ്റെ ഒരു വേർഡ് ഏതാണ് ഇതിലുള്ളത്? അത് ഇന്ദയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇന്ദ എഴുതി കൊടുത്തത്. രണ്ടാമത്തത് യസിൽ യദൈക്ക, നിൻ്റെ കൈകൾ നീ കഴുകണം. അത്വാമി, ഭക്ഷണം. മലയാളത്തിൽ അങ്ങനെ കൈ കഴുകണം ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് കഴുകണം അല്ലെങ്കിൽ ശേഷം കഴുകണം എന്നായിരിക്കും. പക്ഷേ ഇവിടെ ശേഷം എന്നുള്ളതിൻ്റെ ഒരു വേർഡ്, അറബി പദം ബ്രാക്കറ്റിലില്ലാത്തത് കൊണ്ട് മുമ്പ് തന്നെ, മുമ്പ് എന്നുള്ള പദമുണ്ട്. അപ്പോൾ കബില, ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകണം. ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ബ്രാക്കറ്റ് ഫില്ല് ചെയ്യേണ്ടത്. അടുത്തത് അൽ ബൈത്തി, വീടിൻ്റെയും, വൽ മദ്രസത്തി, മദ്രസയുടെയും. മലയാളത്തിൽ തന്നെ നമുക്കറിയാം ഇടയിലാണ് എന്നായിരിക്കും മലയാളത്തിൽ നമ്മൾ പൂരിപ്പിക്കുക. അപ്പോൾ ഇടയിലാണ് എന്നതിൻ്റെ പദം ഏതാണ്? ബൈനയാണ്. ബൈന വരുമ്പോൾ 2 എണ്ണത്തിൻ്റെ പേരുണ്ടാകും. പള്ളിയുടെയും വീടിൻ്റെയും അല്ലെങ്കിൽ പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ പേരുകളുണ്ടാകും ബൈനയാകുമ്പോൾ. അത് ശ്രദ്ധിക്കുക. നാലാമത്തത് അൽ ഹിറത്തു, പൂച്ച, സഗീറത്തുൻ, ചെറുതാകുന്നു. അപ്പോൾ ഹിറത്തു എന്നുള്ളതിൽ താവുണ്ട്, അത് സ്ത്രീ വർഗമാണെന്ന് മനസ്സിലായി. സഗീറത്തുൻ, ചെറുതാകുന്നു. ദൈലു, വാല്, ജമീലുൻ. അപ്പോൾ അതിൻ്റെ വാല്. അപ്പോൾ അതിൻ്റെ എന്നുള്ളതിന് നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഹ എന്നും ഉപയോഗിക്കും, ഹു എന്നും ഉപയോഗിക്കും. ഹ ഉപയോഗിക്കൽ പെൺവർഗത്തിനാണ്. ഇവിടെ പെൺവർഗമാണ്, കാരണം ഹിറത്തു എന്ന് പറഞ്ഞ പൂച്ചയിൽ താവുണ്ട്. അപ്പോൾ ദൈലു, ഹ, അതിൻ്റെ വാല്. ഇനി ഇന്ദി, എൻ്റെ അരികിലുണ്ട്. കലമുൻ, പേനയുണ്ട്. പേന എന്നുള്ളതിൽ തായില്ല കേട്ടോ. തൂലു, നീളം. ഹു, അതിൻ്റെ നീളം. കബീറുൻ, വലുതാകുന്നു. എന്തുകൊണ്ട് ഹ നമ്മൾ ചേർക്കുന്നില്ല? ഹ സ്ത്രീ വർഗമാണ്, താ ഉള്ളതിനാണ്. ഇവിടെ താ ഇല്ല, അതുകൊണ്ട് ഹു ചേർക്കണം. അപ്പോൾ തൂലുഹു കബീറുൻ, അതിൻ്റെ നീളം വലുതാകുന്നു. ഇനി രണ്ടാമത്തത് നുമയ്യിസുൽ അസ്മാ വൽ ഫിഅല വൽ ഹറഫ മിനൽ ആത്തിയ. താഴെ കൊടുത്തതിൽ ഇസ്മ, ഫീല്, ഹർഫ് എന്നിങ്ങനെ വേർതിരിക്കാനാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. അവസാനം ആമീനോ അൽഹംദുലില്ലയോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ നന്ദി അറിയിച്ച് എഴുതുകയും ചെയ്യുക. അപ്പോൾ ഇസ്മാണ് ഒന്നാമത്തത്. ഇപ്പോൾ ദാത്ത യോമിൻ, ഒരു ദിവസം. ദാത്ത യോമിൻ, ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആ ദാത്ത എന്നുള്ളതിന് നമ്മൾ പഠിച്ചത് ഹറഫിലാണ് ദാത്ത വരിക. യോമ് എന്ന് പറഞ്ഞാൽ ദിവസം, അതൊരു ഇതിൻ്റെ പേരായിട്ടാണ് വരുന്നത്. അപ്പോൾ യോമിനെ നമുക്ക് ഇസ്മിൽ എഴുതാം. ജാ, വന്നു, കുളിച്ചു, കഴിച്ചു, പോയി, ഇതൊക്കെ ക്രിയകളാണ്. അതിനെ നമ്മൾ ഫീലിൽ എഴുതണം. ജിബ്രീൽ, ജിബ്രീൽ എന്ന് പറഞ്ഞാൽ ഒരാളെ പേരാണ്. പേര് ഒക്കെ ഇസ്മിലാണ് വരിക. പിന്നെ ഇന്ദ നബി, ഇന്ദ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, ഹറഫാണ് ഇന്ദ. അരികിൽ എന്നർത്ഥം വരുന്ന ഇന്ദ ഹറഫിൽപ്പെട്ടതാണ്. അൻ നബി, നബി എന്ന് പറയുന്നത് പേരാണ്, അത് ഇസ്മിൽ എഴുതണം. പിന്നെ വസഅല, ചോദിച്ചു, ചോദിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയാണല്ലേ, അപ്പോൾ നമ്മളതിനെ ഫീലിൽ എഴുതും. ഇനി മൽ ഇഹ്സാനു, എന്താണ് എന്നാണ് മാ അതിൻ്റെ അർത്ഥം. മാ എന്നുള്ളത് ഒരു ഹറഫാണ്, അതിനെ ഹറഫിൽ എഴുതി. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ.
അല്ലുള്ളതെല്ലാം ഇസ്മിലാണ് എഴുതുക. നന്മ എന്നത് ഇസ്മാണ്, അതുകൊണ്ട് ഇഹ്സാൻ എന്നുള്ളതിനെ ഇസ്മിൽ എഴുതണം. മൂന്നാമത്തത് നുക്കമ്മിലുൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാണ്. പട്ടികയുടെ ഹെഡിങ്ങുകൾ ആദ്യം വായിക്കാം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. മുസന്ന രണ്ടാൾക്കാർ ചെയ്യുമ്പോഴാണ്. ജമ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, രണ്ടിൽ കൂടുതലുള്ള ഒരുപാട് ആളുകൾ ചെയ്യുമ്പോഴാണ് ബഹുവചനം ജമ് വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ മുദക്കർ എന്നുണ്ട്, ആണ്. മുഅന്നസ് പെണ്ണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് യഫ്തഹു തഫ്തഹു. ഒന്നിലുള്ള യഫ്തഹു എന്ന് പറഞ്ഞാൽ അവൻ തുറക്കും, ആണായിട്ടുള്ള അവൻ തുറക്കും, തുറന്നു എന്നല്ല തുറക്കും. കുറച്ച് കഴിഞ്ഞാലാണ് അവൻ തുറക്കുള്ളൂ, ഇതുവരെ തുറന്നിട്ടില്ല. തഫ്തഹു ആ ഒരു പെണ്ണ്, അവൾ ഒരു പെണ്ണ് തുറക്കും എന്നുള്ളതാണ്, തുറന്നിട്ടില്ലേ. ഇനി എന്താ വേണ്ടത്? രണ്ട് ആണുങ്ങൾ തുറക്കും, കുറേ ആണുങ്ങൾ തുറക്കും. രണ്ട് പെണ്ണുങ്ങൾ തുറക്കും, കുറേ പെണ്ണുങ്ങൾ തുറക്കും. ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ സർഫാക്കുന്നത്. യഫ്തഹു യഫ്തഹാനി യഫ്തഹൂന, തഫ്തഹു തഫ്തഹാനി യഫ്തഹിന. അപ്പോൾ യഫ്തഹു അവൻ ഒരാണ് തുറക്കും, യഫ്തഹാനി രണ്ടാണ് തുറക്കും, യഫ്തഹൂന കുറേ ആണുങ്ങൾ തുറക്കും, ഇതുപോലെ പെണ്ണും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ്. ഇനി അതിൻ്റെ താഴത്ത് വരുമ്പോൾ ഇത് തീർന്നിട്ടില്ല. ഇനി യഫ്തഹിന കഴിഞ്ഞാൽ തഫ്തഹു തഫ്തഹാനി തഫ്തഹൂന, തഫ്തഹീന തഫ്തഹാനി തഫ്തഹിന. വീണ്ടും ഒരു 3 വാക്കുകൾ, 3 ആണുങ്ങൾക്കും 3 പെണ്ണുങ്ങൾക്കും. അതിൽ ആദ്യത്തത് ആണുങ്ങൾക്കാണ്. അപ്പോൾ അവൻ തുറക്കും എന്നല്ല പറയുക, നീ തുറക്കും. തഫ്തഹു അടുത്തത് വരുമ്പോൾ തഫ്തഹു നീ തുറക്കും, നിങ്ങൾ 2 ആണുങ്ങൾ തുറക്കും, നിങ്ങൾ കുറേ ആണുങ്ങൾ തുറക്കും. അതുപോലെ തന്നെ തഫ്തഹീന തഫ്തഹാനി തഫ്തഹിന എന്ന് പറയുമ്പോൾ നീ ഒരു പെണ്ണ് തുറക്കും. നീയാണ് പ്രത്യേകം മനസ്സിലാക്കണം. നീ എന്ന് പറയുമ്പോൾ ഹാലറാണ്, സ്ഥലത്തുള്ളവരോടുള്ള സംസാരമാണ്. അപ്പോൾ ഇത് കൃത്യമായി പഠിക്കണം. ഇത് പഠിക്കാതെ നാളെ പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇത് തുറക്കും എന്നുള്ളതാണ്, വരാനിരിക്കുന്ന കാലമാണ്. ഇനി ഇതിൻ്റെ കഴിഞ്ഞു പോയ കാലമുണ്ട്, മാളി എന്ന് പറയും. അതേതാണ്? ഫതഹ, അഥവാ നമ്മൾ പഠിച്ചിരുന്നു ഫഅല. ഫഅലയാണല്ലോ നമ്മൾ എപ്പോഴും അടിസ്ഥാനമായിട്ട് പറയുക. ഫഅല മാളിയാണ്. ഫതഹ ഫഅല. യഫ്തഹു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ഏതാണ്? എഫ് അലു, എഫ് അലു എഫലാനി എഫലുന. ഇതുപോലെ ഈ ഫതഹയും അഥവാ മാളി ഫതഹ ഫതഹ ഫതഹു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ തുറക്കും എന്നല്ല വരിക, തുറന്നു, തുറന്നു കഴിഞ്ഞു. തുറക്കാനുള്ളതല്ല, തുറന്നു, കുളിച്ചു, അതൊക്കെ കഴിഞ്ഞതാണ് മാളിയിൽ വരിക. അപ്പോൾ ഫതഹ എന്നുള്ളത് ഫഅല ഫഅല ഫഅലു എഫൽ എഫലാനി. ഈ ഫഅല ഫഅലയും എഫൽ എഫലാനി അതിൻ്റെ മോഡലും അതിൻ്റെ ആശയവും മനസ്സിലാക്കിയാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് അടിസ്ഥാനം. അതിനോട് മേൽ നമ്മൾ തുടർത്തിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ബ്രാക്കറ്റിൽ തിരഞ്ഞെടുക്കാൻ 2 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 2 പെൺകുട്ടികൾക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ കുറേ ആണുങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആണുങ്ങൾക്ക് യോജിച്ച പദം തിരഞ്ഞെടുക്കാനൊക്കെ ഇത് അറിഞ്ഞിരിക്കൽ മസ്റ്റാണ്. ഒന്ന് എഴുതി വെക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് എഴുതി വെച്ച് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് 4-മത്തത് നെക്തുബുൽ ജംഅ, ബഹുവചനം എഴുതുക. കഫസുൻ എന്ന് പറഞ്ഞാൽ ഒരു കൂടാണ്. കുറേ കൂടുകൾക്ക് എന്താ പറയുക? അക്ഫാസുൻ എന്നാണ് പറയുക. തൊയ്റുൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്. ഇനി നമുക്കതിൻ്റെ കുറേ പക്ഷികൾക്ക് എന്താ പറയുക? തുയൂർ. അമ്രുൻ എന്ന് പറഞ്ഞാൽ കാര്യം. കുറേ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ ഉമൂറുൻ എന്നാണ് പറയുക. കലമുൻ പേന, കുറേ പേനകൾക്ക് എന്താ പറയുക? അക്ലാം. ഇങ്ങനെ പാഠത്തിൻ്റെ അവസാനത്തിൽ കുറേ വേർഡുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഏകവചനവും ബഹുവചനവും തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നോട്ട് ചെയ്ത് ഏതൊക്കെ പാഠത്തിൻ്റെ അവസാനത്തിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഒന്ന് വായിച്ച് ഒരു 2-3 തവണ വായിച്ചാൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും. ശ്രദ്ധിക്കുക. 5-മത്തത് നഖ്താറു ലമാഇറൽ മുത്തസില വൽ മുൻഫസില മിനൽ അൽഫാലിൽ മുലവ്വന. താഴെ ഉള്ളതിൽ നിന്ന് മുത്തസിൽ മുംഫസിൽ എന്നീ ലമീറുകളെ വേർതിരിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാം. ഇതിന് ഫുൾ മാർക്ക് വാങ്ങാനുള്ളൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. വേറെ ആരും പറഞ്ഞു കൊടുക്കാത്തൊരു വഴിയാണ്, പഠിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. മുൻഫസിലായ ലമീർ കുറച്ചേ ഉള്ളൂ, അത് നമ്മൾ പഠിക്കുക. നേരത്തെ നമ്മൾ ഫഅല ഫഅല ഫഅലു പഠിച്ചില്ലേ? അതിൻ്റെ ഉള്ളിലുള്ള ലമീറായിട്ട് വരുന്ന ഹുവ ഹുമാ ഹും, അഥവാ ഹുവ അവൻ, ഹുമ അവർ 2 പേര്, ഹും അവർ കുറേ പേര്, ഹിയ അവൾ, ഹുമ അവർ 2 പേര്, ഹുന്ന അവൾ കുറേ സ്ത്രീകൾ. ഇതേ രൂപത്തിൽ ഈ ഫാലിൻ്റെ അതേ രൂപത്തിൽ വരുന്ന ഒരാണ് 2 കുറേ ആണുങ്ങൾ വരുന്ന മുൻഫസിലായ ലമീർ സർഫാക്കി വെച്ച് പഠിച്ചാൽ മതി. അതെങ്ങനെയാണ്? ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമ അൻതും. അൻത എന്ന് പറഞ്ഞാൽ നീയാണ്. അൻതി നീ ഒരു പെണ്ണ്. അൻതി അൻതുമ അൻതുന്ന, അന ഞാൻ, നെഹ്നു ഞങ്ങൾ. ഇതാണ് മുൻഫസിലായ ലമീർ. ഇത് മനസ്സിലാക്കിയാൽ ബാക്കി വരുന്ന കായും അതുപോലെ തന്നെ ചേർന്ന് വരുന്ന ന എന്നുള്ളതും കുമ എന്നുള്ളതൊക്കെ നമുക്ക് ഏതിലെഴുതാം?
മുത്തസിലായ ചേർന്ന് വരുന്നതിൽ എഴുതാം. മുൻഫസിൽ എന്ന് പറയുന്നത് വേർപിരിഞ്ഞ് വരുന്നതാണ്, സ്വന്തമായി വരുന്നതാണ് മുൻഫസിൽ. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ യാ തോലിബത്താനി അൻതുമ, അവിടെയുള്ള അൻതുമ മുൻഫസിലാണ്. തദ്ഹബാനി ഇലാ ബൈത്തിക്കുമ, ഈ വിദ്യാർത്ഥികൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ വീട്ടിലേക്ക് പോകുന്നു. നെഹ്നു നമ്മൾ എന്ന് പറയുന്നത് മുൻഫസിലാണ്. മുസ്ലിമൂന മുസ്ലിമീങ്ങളാണ്. നഅ്ബുദു റബ്ബന നമ്മുടെ റബ്ബിനെ നമ്മൾ ആരാധിക്കുന്നു. യാ മിദ്ലാജു അൻത ഫായിക്കും ഫി സഫിക, മിദ്ലാജ് നീ നിൻ്റെ ക്ലാസ്സിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ എന്താണ് അവസാനത്തിൽ ക നിൻ്റെ എന്നർത്ഥം വരുന്നത് ഞങ്ങളുടെ എന്നത് ചേർന്ന് വരികയാണെങ്കിൽ അത് മുത്തസിലാണ്. ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അതെന്തുമാണ്? മുൻഫസിലുമാണ്. ഇനി ആറാമത്തത് നുഅരിബ് അറബിയാക്കാനാണ്. സുബഹിയുടെ മുമ്പ് സിനാൻ പള്ളിയിൽ പോയി. ദഹബ സിനാനുൻ സിനാൻ പോയി. കബിലൽ ഫജ്രി ഫജ്റിന് മുമ്പ് സുബഹിക്ക് മുമ്പ് തന്നെ പള്ളിയിൽ പോയി. ഇനി വേണമെങ്കിൽ കബിൽ സുബഹി എന്ന് എഴുതി കൊടുത്താലും മാർക്ക് കിട്ടും, തെറ്റൊന്നുമില്ല. രണ്ടാമത്തത് നിസ്കാരശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി എന്നുള്ളത് എങ്ങനെയാണ്? ആദ മടങ്ങി, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, ബഅദ സ്വലാത്തി നിസ്കാരശേഷം. ഇനി ആദൻ്റെ പകരം റജഅ എന്ന് കൊടുത്താലും അതും മടങ്ങി എന്ന് തന്നെയാണ്. ബുക്കിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്നതോ ആയ പദങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എഴുതുക. പരമാവധി ബുക്കിലുള്ളത് പഠിച്ചു വെക്കുക, അത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠം നന്നായി അർത്ഥം വെച്ച് വായിക്കണം. ഇനി നുത്തർജുമ പരിഭാഷപ്പെടുത്താൻ ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാകും. ഫതഹത്തിൽ ബിന്തു അൽ ബാബ. ഫതഹത്തി, ഈ തീ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇതിലൊരു സ്ത്രീ ഉണ്ടാകും. അൽ ബിന്തു പെൺകുട്ടി തുറന്നു, അൽ ബാബ വാതിൽ തുറന്നു. റഅയ്തു ഞാൻ കണ്ടു, അൽ കിറുദിനെ കണ്ടു, മിനൽ ഹദീഖത്തി തോട്ടത്തിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ബുക്ക് നല്ലോണം അർത്ഥം വെക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, എട്ടാമത്തത് നക്തഷിഫുൽ മാലിയ വൽ മുലാരിയ. മാലിയും മുലാരിയും എഴുതാനാണ്. ഖറജ പുറപ്പെട്ടു, യഖ്റുജു പുറപ്പെടും അല്ലെങ്കിൽ പുറപ്പെടുന്നു എന്നുള്ളതാണ്. ഖറജ കഴിഞ്ഞു പോയതാണ്, യഖ്റുജു നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ വരാനുള്ളതോ ആണ്. അപ്പോൾ ഖറജ ഫഅല, യഖ്റുജു യഫ്ഉലു. ഇതാണ് അടിസ്ഥാന മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് നമ്മൾ ആക്കിയാൽ മതി. ഈ മോഡലിനെതിരായി വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദങ്ങളുണ്ട്. 99% ഫഅല യഫ്അലു ഈ രൂപത്തിലാണ് വരിക. അതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന ചിലതുണ്ട്. ആ ചിലത് കൃത്യമായി നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതിൽപ്പെട്ടത് ഒന്നാണ് വസല. ഫഅല വസല ശരി തന്നെ, പക്ഷേ യഫ്അലു എന്നുള്ളതിന് യസിലു എന്നേ ഉള്ളൂ. സമിഅ യസ്മഉ, അറഫ യഗ്രിഫു, ഖാല യഖൂലു. പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നന്നായി പാഠവും നോട്ട് ബുക്കും ഒക്കെ അർത്ഥം വെച്ചും മറ്റതൊക്കെ നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.